Okay, good afternoon, all of you. All of you mark your attendance. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണേ. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടോ ഇപ്പൊ ഇവിടെ? ഇൻഫോം ചെയ്യാത്തതോ ലെറ്റർ എഴുതാത്തോ കുട്ടികള്? അറ്റൻഡ് ചെയ്തില്ല, പക്ഷെ ഇൻഫോം ചെയ്തു. ഓക്കെ ഓക്കെ, ഇൻഫോം ചെയ്യണേ കൃത്യമായിട്ട്. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഏതൊക്കെയാണ്. ഒന്നാമത്തെ നമ്മൾ വായ്മൊഴി പറഞ്ഞു, വരമൊഴി പറഞ്ഞു, രണ്ടാമത്തത് വർണ്ണ വിഭാഗം പറഞ്ഞു. ഏതൊക്കെയാണ് വർണ്ണങ്ങൾ, അതിന് ഏതൊക്കെ വിഭാഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, അതില് ലാസ്റ്റ് നമ്മൾ വർഗാക്ഷരങ്ങളിൽ ആദ്യത്തെ 4, അതായത് കവർഗങ്ങൾ, ചവർഗങ്ങൾ, ടവർഗങ്ങൾ, ടവർഗങ്ങൾ അല്ലേ? ഇതൊക്കെ നമ്മൾ പറഞ്ഞു, കവർഗങ്ങളൊക്കെ. പിന്നെന്ത് പറഞ്ഞു? ശാസായും ചേർത്ത് ദൃഢങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അന്നാസികങ്ങൾ, മധ്യമങ്ങൾ, ഹ എന്നിവയെ ശിഥിലങ്ങൾ എന്നും വിളിക്കുന്നു. ആ ഒരു പേജ് നമുക്ക് കംപ്ലീറ്റ് ആയതാണ്. നെക്സ്റ്റ് മൂന്നാമത്തത് എന്താണ് നോക്കിയേ? പേജ് നമ്പർ 82. ടേക്ക് പേജ് നമ്പർ 82. ഓൾ ഓഫ് യു ലിസൺ. കർമ്മം, ക്രിയ. കർത്താവ്, കർമ്മം, ക്രിയ. എന്താണ്? കർത്താവ്, കർമ്മം, ക്രിയ. ഇംഗ്ലീഷിലാവുമ്പോ എന്ത് പറയും? സബ്ജക്റ്റ്. കേട്ടിട്ടില്ലേ സബ്ജക്റ്റ്? ഇംഗ്ലീഷിൽ എന്താണ്? സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ് അല്ലെ? അങ്ങനെയല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഓക്കെ, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ്. വെർബ് അല്ലേ? വെർബ്. ഇങ്ങനെ 3 കർത്താവ്, കർമ്മം, ക്രിയ. നിങ്ങൾക്ക് ഡൗട്ട് വരുന്നോണ്ട് ഏബിലേ നിങ്ങൾക്ക് ഡൗട്ടിൽ വരുന്നോണ്ടാണ് മിസ് അതിന്റെ ഇംഗ്ലീഷിലെ പേര് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഏതായാലും പഠിച്ചിട്ടുണ്ടാവും. എന്ത്? കർത്താവ് എന്താണ്? ഒരു വാക്യത്തില് ആരാണ് കർത്താവ്? എന്താണ് കർമ്മം? എന്തിനാണ് ക്രിയ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഒരു വാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്യം എന്നാൽ എന്ത്? വാക്യം എന്നാൽ എന്ത്? സെന്റൻസ് അല്ലേ? സെന്റൻസ്. സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വാക്യം. വാക്യം എന്താണെന്നല്ലേ ഞാൻ ചോദിച്ചത്. വാക്യം എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചത്. എന്താണ്? വിചാരങ്ങൾ അന്യരെ അറിയിക്കുന്നതിന് വേണ്ടി അടുക്കിന് പറയുന്ന വാക്യമാണ് വാക്യം. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെ അല്ലേ? അപ്പൊ ഓർമ്മ വന്നു. മിസ് പറയുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം മിസ് എന്നെ പഠിപ്പിച്ചാണ്. അപ്പൊ വിചാരങ്ങൾ അന്യരെ അറിയിക്കുന്നതിന് വേണ്ടി അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റത്തെയാണ് വാക്യം എന്ന് പറയുന്നത്. അതായത് വിചാരങ്ങൾ അന്യരെ അറിയിക്കുകയും വേണം, അതോടൊപ്പം എന്ത് ചെയ്യണം? അടുക്കിനായിരിക്കണം പറയുന്നത് അല്ലെ? കൃത്യമായിട്ടായിരിക്കണം പറയണം. എക്സാമ്പിൾ പറയാ. ഇപ്പോ ടീച്ചർ കുട്ടിയെ പഠിപ്പിക്കുന്നു എന്നത് ഒരു വാക്യമാണ്. എന്നാൽ കുട്ടി വാക്യം അല്ല, കുട്ടി പഠിപ്പിക്കുന്നു ടീച്ചർ എന്ന് പറഞ്ഞാൽ ആ വാക്യം കറക്റ്റ് ആണോ? അല്ല. അല്ല. എന്തുകൊണ്ട്? അല്ലേ? അത് ശരിയാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വിചാരങ്ങൾ അന്യരെ അറിയിക്കുകയും വേണം, അതോടൊപ്പം എന്ത് വേണം? അടുക്കിന് പറയണം, കൃത്യമായി പറയണം. അല്ലെങ്കിൽ എന്താ? ഇപ്പൊ അമ്മ മകനെ തലോടി എന്ന വാക്യത്തില് മകൻ അമ്മ തലോടി എന്ന് പറഞ്ഞാൽ ആ വാക്യം പൂർണ്ണമാണോ? അല്ല അല്ലേ? അപൂർണമാണ്. അപൂർണ വാക്യം. അതുകൊണ്ട് അതൊരു സെന്റൻസ് ആവില്ല. അതുകൊണ്ട് എങ്ങനെയായിരിക്കണം? വിചാരങ്ങളെ അന്യരെ അറിയിക്കുന്നതോടെ എന്തൊക്കെ ആയിരിക്കണം? അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റം. പറ്റെന്ന് പറഞ്ഞാൽ പറ്റം, വാക്കിൻ പറ്റം. വാക്കിന് ഒരുപാട് വാക്കുണ്ടാവും, അതില് കൂട്ടം ഉണ്ടാവും. വാക്യത്തിന്റെ വാക്കുകളുടെ ഒരു കൂട്ടം ഉണ്ടാവും. അതാണ് പറഞ്ഞത് വിചാരങ്ങൾ അന്യരെ അറിയിക്കുന്നതിന് വേണ്ടി അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റമാണ് വാക്യം. മനസ്സിലായോ? വാക്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞാൽ അതാണ് ഉത്തരം പറയേണ്ടത്. അപ്പൊ ഒരു വാക്യത്തില് ആരൊക്കെ ഉണ്ടാവും? സബ്ജക്റ്റ് ഉണ്ടാവും, ഒബ്ജക്റ്റ് ഉണ്ടാവും, വെർബ് ഉണ്ടാവും. അതായത് കർത്താവ്, കർമ്മം, ക്രിയ. കർത്താവ്, കർമ്മം, ക്രിയ, ഇവ 3 ഉണ്ടാവും അല്ലെ? അപ്പോ ഒരു വാക്യത്തില് ആരാണ് കർത്താവ്? അതിനകത്ത് സബ്ജക്റ്റ്. അതിനകത്തെ സബ്ജക്റ്റ് ആണ് കർത്താവ്. അപ്പൊ സബ്ജക്റ്റ് എങ്ങനെയാ? കർമ്മം ചെയ്യുന്ന ആള് അല്ല, അതിലത്തെ ക്രിയ ചെയ്യുന്ന ആളാണ് ആര്? കർത്താവ്. അപ്പോ ക്രിയ ചെയ്യുന്ന ആൾ ആരാണോ അവരാണ് ആര്? കർത്താവ്. പിന്നെയോ
കർമ്മ എന്താണ്? ഒബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി. ഒബ്ജക്റ്റ് തന്നെ കർമ്മം. അപ്പൊ കർമ്മ എന്താ? ചെയ്യുന്ന പ്രവൃത്തി അല്ലേ? ആരെയാണോ ചെയ്യുന്നത്, അതായത് ആ ഒരു ചോദ്യം വരുമ്പോ എന്ത് കിട്ടും? കർമ്മം കിട്ടും. ആ വാക്യത്തിലെ കർമ്മം. അപ്പൊ കർത്താവ് എന്താണ്, ആരെയാണോ ചെയ്തത്, ക്രിയ ആരുടെ മേലാണോ പ്രയോഗിച്ചത്, അതാണ് എന്ത്? കർമ്മം. അപ്പൊ അതിലത്തെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് എന്ത്? ക്രിയ. പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദത്തെയാണ് ക്രിയ എന്ന് പറയുന്നത്, അല്ലെ? ഒരു ക്രിയ എന്നാൽ എന്ത് പറഞ്ഞാൽ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ. അപ്പൊ കർത്താവ്, കർമ്മം, ക്രിയ ഇവ മൂന്നും എന്താവണം? നേരെ കൃത്യമായി പറഞ്ഞാൽ മാത്രമാണ് ഒരു വാക്യം ഉണ്ടാവുന്നത്. അപ്പോ വാക്യം വിചാരങ്ങൾ അന്യരെ അറിയിക്കുന്നതിന് വേണ്ടി അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റമാണ് വാക്യം. കർത്താവ് സബ്ജക്റ്റ് എന്താണ്? ക്രിയ ചെയ്യുന്ന കർത്താവ് ആരെയാണോ ചെയ്യുന്നതാണ് കർമ്മം. ഏത് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് എന്ത്? ക്രിയ. മനസ്സിലായോ? ഓക്കെ, ഇത്രയും കാര്യങ്ങള് ക്ലിയർ ആയി. അപ്പൊ കർത്താവ്, കർമ്മം, ക്രിയ ആണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. അതില് നമുക്ക് നോക്കാവുന്നു. ആന വരുന്നു എന്ന വാക്യത്തിൽ വരുന്നു എന്നത് ക്രിയ. വരുന്നു അതാണ് പ്രവൃത്തി, അല്ലെ? അതിലത്തെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ പഠിപ്പിക്കുന്നു, ടീച്ചർ കുട്ടിയെ പഠിപ്പിക്കുന്നു പറഞ്ഞാൽ അതിലത്തെ ക്രിയ എന്താണ് മക്കളെ? പഠിപ്പിക്കുക. കുട്ടി എഴുതുന്നു, അതിലത്തെ ക്രിയ എന്താ? എഴുതുന്നു. കുട്ടി വായിക്കുന്നു, അപ്പൊ എന്താ ക്രിയ? വായിക്കുന്നു. എന്താണ് ക്രിയ എന്നുള്ളത്? അപ്പോ ആന വരുന്നു എന്ന വാക്യത്തിൽ വരുന്നു എന്നത് ക്രിയ. ക്രിയക്കാണ് വാക്യത്തിൽ ഏറ്റവും പ്രാധാന്യം. ക്രിയ ചെയ്യുന്ന ആളാണ് ആര്? കർത്താവ്. ക്രിയ ചെയ്യുന്ന ആള് ആരാണോ അതാണ് കർത്താവ്, അല്ലെ? ഈ വാക്യത്തിൽ ആന, അപ്പോ ആന വരുന്നു എന്ന വാക്യത്തിൽ ആരാണ് കർത്താവ്? ആനയാണ് കർത്താവ്. കർത്താവും ചേർന്നാൽ വാക്യമായി. വാക്യത്തിന്റെ ഏറ്റവും ചെറിയ രൂപം കർത്താവും ക്രിയയും മാത്രമുള്ളതാണ്. അപ്പോ ഒരു വാക്യത്തിന്റെ ഏറ്റവും ചെറിയ രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവും ക്രിയയും മാത്രം ഉണ്ടായാലും ഒരു വാക്യമാവും. അത് ഏറ്റവും ചെറിയ രൂപം. കർത്താവും കർമ്മവും ക്രിയയും കുറച്ചും കൂടെ വലിപ്പം കൂടും, അല്ലെ? അതാ പറഞ്ഞത്. അപ്പൊ വാക്യത്തിന്റെ ഏറ്റവും ചെറിയ രൂപം എന്താണ്? കർത്താവും ക്രിയയും വരുന്നു എന്ന് പറഞ്ഞാലും ഒരു വാക്യമാകും. കുട്ടി എഴുതുന്നു, കുട്ടി വായിക്കുന്നു, കുട്ടി നടക്കുന്നു, അല്ലെ? അങ്ങനെ പറഞ്ഞാലും ഒരു വാക്യമാകും. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? അടുത്ത പാരഗ്രാഫ് നോക്കാം. പൂച്ച എലിയെ കൊന്നു എന്ന വാക്യം നോക്കുക. നേരത്തെ ആന വരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലെ? അപ്പൊ കർത്താവും ക്രിയയും മാത്രമേ ആ വാക്യത്തിൽ ഉണ്ടായുള്ളൂ. ഇപ്പോഴത്തേക്ക് എങ്ങനെയാ? പൂച്ച എലിയെ കൊന്നു. ആരെയാണ് കൊന്നത്? ആരെയാണ് കൊന്നത്? ആര്? കർമ്മം. എലി. അപ്പൊ പൂച്ച എന്നത് കർത്താവ്, കർമ്മം, കൊന്നു എന്നത് ക്രിയ. ഓക്കെ, അവിടെ കർമ്മവും കൂടി ആഡ് ചെയ്തു, കൂട്ടി വന്നു, അല്ലെ? നമ്മളിപ്പം പറഞ്ഞ വാക്യത്തില്, ഉദാഹരണം പറഞ്ഞതില് വാക്യത്തില് എന്താണ്? അതിൽ കർമ്മം കൂടി ഇപ്പൊ ഉണ്ട്, അല്ലെ? ആദ്യം പറഞ്ഞതിൽ ആന വരുന്നേ ഉള്ളൂ, കർത്താവും ക്രിയയും മാത്രമാണ്. അതുകൊണ്ടാണ് വാക്യത്തിന്റെ ഏറ്റവും ചെറിയ അംശം എങ്ങനെയാ? കർത്താവും ക്രിയയും മാത്രമുള്ളതാണ്, എന്നാലും ഒരു വാക്യമായി. ഇപ്പം നമ്മൾ പറഞ്ഞ പൂച്ച എലിയെ കൊന്നു എന്ന് പറയുമ്പോ അതില് കർമ്മം കൂടി വന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ പൂച്ച എലിയെ കൊന്നു. പൂച്ചയാണ് കർത്താവ്, കർമ്മം എലിയെ എന്നുള്ളത്, കൊന്നു ക്രിയ. അപ്പൊ എലിയെ കൊന്നു എന്ന വാക്യം നോക്കുക. ഈ വാക്യത്തിൽ കൊന്നു ക്രിയ, പൂച്ച കർത്താവ്. ഈ വാക്യത്തിൽ എലിയെ എന്നൊരു പദം കൂടി ഉണ്ട്. അത് കർത്താവ് ചെയ്യുന്ന ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആൾ, അല്ലെ? കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി, ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആള്. ആരെയാ കൊന്നത്? എലിയെ. ടീച്ചർ കുട്ടിയെ അടിച്ചു. ഇവിടെ ആരാണ് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആള്? ആരാ? കുട്ടി. അപ്പോ അമ്മ കുട്ടിയെ അടിച്ചു എന്ന് പറഞ്ഞ ആ വാക്യത്തില് ആരാണ് കർമ്മം? ജോസിയുടെ അമ്മ ജോസിയെ അടിച്ചു. എക്സാമ്പിൾ, ഇപ്പൊ ഉദാഹരണത്തിന് അങ്ങനെയാണെങ്കിൽ അതിൽ ആരാ കർമ്മം വരുക?
ജോസിയെ എന്നുള്ളതാണ്. അതായത് കർത്താവ്, അമ്മ, കുട്ടിയുടെ അമ്മയാണ് കർത്താവ്. അപ്പൊ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച ആൾ, ആ ആളാണ് കർമ്മം. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പോ ഒരു വാക്യത്തിൽ ആരാ കർമ്മം, കർത്താവ്, ക്രിയ? ഓക്കെ. അപ്പോ കർത്താവ് ചെയ്യുന്ന ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആളാണ് അല്ലെ കർമ്മം എന്ന് പറഞ്ഞു. ഇതിന് കർമ്മം എന്നു പേർ. കർത്താവ്, കർമ്മം, ക്രിയ എന്നീ 3 അംശങ്ങളാണ് വാക്യത്തിലെ പ്രധാന ഘടകങ്ങൾ. അപ്പൊ ഒരു വാക്യത്തിലെ പ്രധാന ഘടകങ്ങൾ ആരൊക്കെയാണ്? കർത്താവ്, കർമ്മം, ക്രിയ. ഇനി അടുത്ത 7th സ്റ്റാൻഡേർഡിലേക്ക് പോകുമ്പോ എന്താണ് വാക്യം, എന്താണ് കർമ്മം, എന്താണ് കർത്താവ്, എന്താണ് ക്രിയ എന്ന് ചോദിക്കുമ്പോ ഒരു വാക്യത്തിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോ മിസ്സേ എനക്ക് ഓർമ്മയില്ല എന്ന് പറയരുത് കേട്ടോ. അപ്പോ ഇനി നെക്സ്റ്റ് താഴെ എന്താ പറയുന്നത്? അമ്മ മകനെ തലോടി എന്ന വാക്യത്തിൽ തലോടി ക്രിയ, അമ്മ കർത്താവ്, മകനെ കർമ്മം. കർമ്മം. ഓക്കെ അല്ലേ? അപ്പൊ അമ്മ മകനെ തലോടി. അപ്പൊ എക്സാമ്പിൾ ഇനി ഒരുപാട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അല്ലേ? എക്സാമ്പിൾ ഒരുപാട് നിങ്ങൾക്ക് തന്നെ. ഓ എക്സാമ്പിൾ പറഞ്ഞു. കുട്ടി പുസ്തകം വായിക്കുന്നു. കുട്ടി പുസ്തകം വായിക്കുന്നു. കുട്ടി കർത്താവ് പുസ്തകം ക്രിയ വായിക്കുന്നു. വായിക്കുന്നു. ഓക്കെ, ഇനി ആർക്കെങ്കിലും എക്സാമ്പിൾ പറയാനുണ്ടോ? ഇഷ്ടം പോലെ എക്സാമ്പിൾ ഉണ്ട്, നിങ്ങൾക്ക് പറയാം. ആർക്കാ ഇനി പറയാനുണ്ടോ? ആ ഒരു വാക്യം മനസ്സിലായവർക്ക് വേഗം എക്സാമ്പിൾ കിട്ടും. കുട്ടി പൈസ എടുക്കുന്നു. കുട്ടി പൈസ എടുക്കുന്നു. ക്യാഷ്, പണം എടുക്കുന്നു. കുട്ടി കർത്താവ് പൈസ ക്രിയ അല്ല കർമ്മം സ്കൂളിൽ പോകുന്നു. സ്കൂളിൽ പോകുന്നു. കുട്ടി സ്കൂളിൽ പോകുന്നു. ഓക്കെ, ഇനി വാക്യത്തിന് ഒരുപാട് എക്സാമ്പിൾ പറയാം. മനസ്സിലായി അല്ലേ? സംഭവം പിടികിട്ടിയല്ലോ അല്ല? കുട്ടി കരയുന്നു. ദൂരെ എത്തി. കരയുന്നു. കുട്ടി കരയുന്നു ആണോ? കുട്ടി പറഞ്ഞോ. എനിക്ക് എന്നാ പറയാ, പറഞ്ഞോ നിങ്ങള്. കുട്ടി പ്രാവിനെ പറത്തുന്നു. കുട്ടി പ്രാവിനെ പറത്തുന്നു. ഓക്കെ, കുട്ടി ആണ് കർത്താവ്. കടയിൽ നിന്ന് കറി വെക്കാൻ വാങ്ങുന്നു. അച്ഛൻ കടയിൽ നിന്ന് സാധനം വാങ്ങുന്നു. അമ്മ പാചകം ഉണ്ടാക്കുന്നു. അമ്മ പാചകം ഉണ്ടാക്കുന്നു. പാചകം ചെയ്യുന്നു അല്ലേ? ഓക്കെ, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ പറയാം. അപ്പോ അമ്മ മകനെ തലോടി അല്ലെങ്കിൽ ടീച്ചർ കുട്ടിയെ അടിച്ചു എന്നൊക്കെ പറയുമ്പോ എങ്ങനെയാ? ടീച്ചർ എന്നത് കർമ്മം, കുട്ടിയെ എന്നുള്ളത് അല്ല, ടീച്ചർ എന്നത് കർത്താവ്, കുട്ടിയെ എന്നുള്ളത് കർമ്മം, അടിക്കുന്നു എന്നുള്ളത് ക്രിയ. ഓക്കെ, നമ്മൾ മനസ്സിലായല്ലോ. ഇനി എന്താ? അപ്പൊ കർത്താവ്, കർമ്മം, ക്രിയ, ഇതാണ് നമ്മളിപ്പോ ഇന്ന് പഠിച്ചത് അല്ലെ? മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു? വായ്മൊഴി, പറയുന്ന ഭാഷ, വായ്മൊഴി, വരമൊഴി, എഴുത്തുഭാഷയാണ് അല്ലെ? അത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വർണ്ണവിഭാഗം. വർണ്ണവിഭാഗം കവർഗമാണ്. ചവർഗം, ടാറ്റ ടവർഗം, തവർഗം, പവർഗം. ഇതിന്റെ പരിവരിപ്പ് കൊണ്ടാണ് എന്ത്? ക, ച, ട, ത, പ എന്നിവ ഖരം എന്നും, പിന്നെയോ ഖ, ച, ഠ, ഥ, ഫ എന്നിവ അധികരം എന്നും, ഗ, ജ, ഡ, ദ, ബ എന്നിവ മൃദു എന്നും, ഖ, ഛ, ഠ, ഥ, ഫ എന്നിവയ്ക്ക് കോശം എന്നും. പിന്നെ ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിശ്വാസവായുവിനെ വായിക്കകത്ത് ചിലയിടത്ത് തട്ടിയോ തടഞ്ഞോ പുറത്തു വിടുന്നവയാണ് അക്ഷരങ്ങൾ. അതില് കച്ചാട്ടതവ എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ നിശ്വാസവായു മൂക്കിലൂടെ വിട്ടാൽ എന്നീ അക്ഷരങ്ങൾ ഉണ്ടാവും. ഇവയ്ക്ക് എന്താണ് പേര്? അനുനാസികം. അനുനാസികം. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു. പിന്നെ ലായിലെ ഊഷ്മാക്കൾ എന്നും യാ, രാ, ല, വ, ള, ഴ, റ എന്നിവ
മധ്യമങ്ങൾ എന്നും അറിയപ്പെടുന്നു. അല്ലേ? അപ്പോ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് കർത്താവ്, കർമ്മം, ക്രിയ അല്ലേ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Is ഒന്ന് അവിടം വരെ വായിച്ചേ. ദൃഢങ്ങളില്ലേ? ദൃഢങ്ങൾ. ആ, ഓക്കെ. വർഗാക്ഷരങ്ങൾ ആദ്യത്തെ 4 ശാഷാ സായും ചേർത്ത ദൃഢങ്ങൾ എന്നും, പിന്നെയോ അനുനാസികങ്ങൾ, മധ്യമങ്ങൾ, ഹാ നമ്മൾ ഇവിടെ വിട്ടിട്ടുള്ളത്. ഹാ ഏതിലും പെട്ടിട്ടുണ്ടായിട്ടില്ല. അപ്പൊ ഹായും കൂടെ ചേർത്ത് എന്തായി? സിദ്ധിലങ്ങൾ എന്നും വിളിക്കുന്നു. ഓക്കെ. അപ്പൊ ഒന്ന് വായിച്ചു ശ്രദ്ധിക്കണേ വായിക്കുമ്പോ. ഫസ്റ്റ് തൊട്ട് വായിക്കട്ടെ. വ്യാകരണ പാഠങ്ങൾ. വാമൊഴി, വഴമൊഴി. എന്താ പേര്? ഗോയിങ്. എവിടേക്കാ? തൃശ്ശൂർക്ക്. എന്താ കയ്യില്? ഉടപ്പിറന്നോൾക്കുള്ള മരുന്ന്. രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇത് വായ്മൊഴി പറയുന്ന ഭാഷ ആണ്. ഇതിനെ നമുക്ക് വഴമൊഴിയിൽ എഴുതുന്ന ഭാഷയിൽ ആക്കി നോക്കാം. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ഗോവിന്ദൻ എന്നാണ്. നിങ്ങൾ എവിടേക്ക് പോകുന്നു? ഞാൻ തൃശ്ശൂർക്കാണ് പോകുന്നത്. ഇതെന്താണ് നിങ്ങളുടെ കയ്യിൽ? ഇത് ഉടപിറന്നവൾക്കുള്ള മരുന്നാണ്. ഭാഷകളുടെ പ്രാദേശിക രൂപം കാണിക്കാൻ നാടകങ്ങളിലും മറ്റും വാമൊഴി അതേപടി പകർത്തുന്ന പതിവുമുണ്ട്. വാമൊഴി ഓരോ പ്രദേശത്തും ഓരോ വിധമായിരിക്കാം. ഇതെന്താണ് എന്ന വാക്യം കേരളത്തിലെ പല പ്രദേശത്തുകാർ പറയുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കൂ. ഇതെന്തൊരു? തിരുവനന്തപുരം. ഇതെന്തോന്നാ? കോട്ടയം. ഇതെന്തവാ? മൂവാറ്റുപുഴ. ഇത് എന്താണ്? എറണാകുളം. ഇതെന്തൂട്ടാണ്? തൃശ്ശൂർ. വർണ്ണവിഭാഗം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച അക്ഷരങ്ങളെ ഉച്ചാരണത്തിന്റെ ചില പ്രത്യേകതകൾ വെച്ച് താഴെ കാണുന്ന വിധത്തിൽ തിരിക്കാവുന്നതാണ്. ക, ഗ, ഗ, ങ കവർഗം, ച, ച, ജ, ഞ ചവർഗം, ട, ട, ഡ, ന ഡവർഗം, ത, ത, ദ, ന തവർഗം, പ, ഫ, മ, ബ, ന, ഭ, മ വവർഗം. ശബ്ദത്തിന്റെ പരിവിരിപ്പ് കൊണ്ട് ക, ച, ഡ, ദ, പ എന്നീ അക്ഷരങ്ങൾ ഗരം എന്ന് പറയുന്നു. ഇവയോട് ഹകാരം ഹ എന്ന അക്ഷരം ലയിപ്പിച്ചു ചേർത്തവയാണ് ഗ, ച, ദ, പ. ഇവയ്ക്ക് അധികരം എന്ന് പേര്. ഗ, ജ, ഡ, ദ, ബ എന്നിവ മൃദുവാണ്. അവയോട് ഹകാരം ചേർത്ത് എന്നിവയ്ക്ക് ഘോഷം എന്ന് പേർ. ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിശ്വാസവായുവിനെ വായ്ക്കകത്ത് ചിലയിടത്ത് തട്ടിയോ തടഞ്ഞോ പുറത്തു വിടുന്നവയാണ് അക്ഷരങ്ങൾ. ക, ച, ഡ, ദ, പ എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി നിശ്വാസവായു മൂക്കിലൂടെ വിട്ടാൽ ങ, ഞ, ണ, ഞ, മ എന്നീ അക്ഷരങ്ങൾ ഉണ്ടാകും. ഇവയ്ക്ക് അനുനാസികം എന്ന് പേർ. സ്വരത്തിനും വ്യഞ്ജനത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന യ, ര, ല, വ, ള, യ, റ എന്നിവ മധ്യമങ്ങൾ. ഷ, ഷ, സ, ഹ എന്നിവയ്ക്ക് ഊഷ്മാക്കൾ എന്ന് പറയുന്നു. ഇവയെ ഒരു പട്ടികയിലാക്കാം. ഗരം. ക, ച, ഡ, ദ, പ. അധികരം. ഗ, ച, ഡ, ദ, പ. മൃദു. ഗ, ജ, ഡ, ദ, ബ. ഘോഷം. ഗ, ച, ഡ, ദ, ബ. അനുനാസികം. ങ, ഞ, ണ, ഞ, മ. വർഗാക്ഷരങ്ങൾ. കവർഗം, ചവർഗം, ഡവർഗം, തവർഗം, പവർഗം. ഊഷ്മാക്കൾ. ഷ, ഷ, സ, ഹ. മധ്യമങ്ങൾ. യ, ര, ല, വ, ള, ര, റ. വർഗാക്ഷരങ്ങൾ ആദ്യത്തെ 4 ഷ, ഷ, സ യും ചേർത്ത് ദൃഢങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അനുനാസികങ്ങൾ, മധ്യമങ്ങൾ, ഹ എന്നിവയെ ശിഥിലങ്ങൾ എന്ന് വിളിക്കുന്നു. കർത്താവ്, കർമ്മം, ക്രിയ. ആന വരുന്നു എന്ന വാക്യത്തിൽ വരുന്നു എന്നത് ക്രിയ. ക്രിയക്കാണ് വാക്യത്തിൽ ഏറ്റവും പ്രാധാന്യം. ക്രിയ ചെയ്യുന്ന ആളാണ് കർത്താവ്. ഈ വാക്യത്തിൽ ആന കർത്താവാണ്. കർത്താവും ക്രിയയും ചേർന്നാൽ വാക്യമായി. വാക്യത്തിന്റെ ഏറ്റവും ചെറിയ രൂപം കർത്താവും ക്രിയയും മാത്രമുള്ളതാണ്. പൂച്ച എലിയെ എന്ന വാക്യം നോക്കുക. ഈ വാക്യത്തിൽ കൊന്നു ക്രിയ, പൂച്ച കർത്താവ്. ഈ വാക്യത്തിൽ എലിയെ എന്നൊരു പദം കൂടിയുണ്ട്. അത് കർത്താവ് ചെയ്യുന്ന ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആളാണ്. ഇതിന് കർമ്മം എന്ന് പേർ. കർത്താവ്, കർമ്മം, ക്രിയ എന്നീ 3 അംശങ്ങളാണ് വാക്യത്തിലെ പ്രധാന ഘടകങ്ങൾ.
അമ്മ മകനെ തലോടി എന്ന വാക്യത്തിൽ തലോടി ക്രിയ, അമ്മ കർത്താവ്, മകനെ കർമ്മം. ഓക്കെ, അത്രയാണ്. ക്ലിയർ ആയോ മക്കളെ? ആർക്കും ക്ലിയർ ആവാതെ ഉണ്ടോ ഇന്ന് പഠിച്ചത്? ഉണ്ടോ മിസ്? ഗ്രാമറിലെ ഇത്ര മാത്രമേ വരുള്ളൂ. ഗ്രാമറില ഞാൻ ഒന്നുകൂടി പഠിപ്പിക്കാം. ഇപ്പം അത്രേ വരുള്ളൂ കേട്ടോ. ഞാൻ ഓൾറെഡി ക്വസ്റ്റ്യൻ ഉണ്ടാക്കി, അതിൽ നിന്ന് നിങ്ങൾ ഇതുവരെ പഠിച്ചതിൽ ഉൾപ്പെട്ടത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ മിസ് ഇപ്പൊ വിളിക്കുന്ന പേരുകളിലുള്ളവർ ഇൻഫോം ചെയ്തവരാണോ എന്ന് പറയണേ. ഏബൽ ബിനോയ് ഇന്നലെ ക്ലാസ് ലീവായിരുന്നു. ഏബൽ ഇൻഫോം മിസ്സിന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഏതാ? ഷാരോൺ മിസ്സിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ ഏബല്? എനിക്ക് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു. ചെയ്തോ? മോൻ ഇല്ലാത്തോണ്ട് ഇന്നലെ ക്ലാസ്സിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇന്നലെ ക്ലാസ്സിന് മുമ്പേ അല്ല, ക്ലാസ്സിന് തുടങ്ങുന്ന സമയത്ത്. അപ്പൊ എനിക്ക് നെറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു. സെൻഡ് ചെയ്തു ഞാൻ. നെറ്റ് പ്രോബ്ലം ആണ് തമ്പ് കാണിച്ചു. ഇപ്പൊ ഇന്ന് ഇതിൽ ഇൻഫോംഡ് അല്ല. ഒന്ന് ഷാരോ നമ്മളെ ഓഫീസ് നമ്പറിൽ ഒരു ഇത് എഴുതിയിട്ടുണ്ട് കേട്ടോ മോൻ. ഇതിൽ ഇൻഫോം അല്ല കാണിക്കുന്നത്. എഡ്വിൻ തോമസ് ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ മോനെ? ഞാൻ ഷാരോണിനെ ഇൻഫോം ചെയ്തായിരുന്നു. ഇൻഫോം ചെയ്തോ? ഓക്കെ, ഇതിൽ ഇൻഫോം അല്ല കാണിക്കുന്നതാ. നെക്സ്റ്റ് മുഹമ്മദ് റിഹാൻ. റിഹാൻ ഇപ്പോ ക്ലാസ്സിലുണ്ടോ? റിഹാൻ. പക്ഷെ എഡ്വിൻ ഇന്നലെ രാവിലെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ടീച്ചർ ഇവിടെ എഴുതി കാണുന്നില്ല. എഡ്വിനും ഏബൽ ബിനോയി എനക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഏബൽ ബിനോയി ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ മോനെ ഗ്രൂപ്പില്? ഇപ്പൊ ഷഹാന ഷെറിനോ? ഷഹാന ഇട്ടായിരുന്നോ ഷാരോൺ മിസ്സിന്? ഓക്കെ, ഇപ്പാണ് ഈ മിസ്സിന് ഈ സംഭവം കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ വായിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റിലേ ചെയ്യുന്നതായിരുന്നു. ഇപ്പൊ തന്നെ ഇടണം കേട്ടോ. ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഇൻഫോം ചെയ്യണം. അതായത് ഒരു ലീവ് ലെറ്റർ പോലെ എഴുതിയിട്ട് ഇൻഫോം ചെയ്തിട്ട് ഇടണം കേട്ടോ. ഓക്കെ അല്ലേ? ഒന്നുകൂടി ചെയ്തോ? അപ്പൊ ഇന്നലത്തെ എനക്ക് ഇവര് ഷഹാന ഇന്നലെ ഇൻഫോം ചെയ്തില്ലേ ഷഹാന? ഓക്കെ, നിങ്ങൾ കൃത്യമായ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇൻഫോം ചെയ്യണം. ഓക്കെ, ഒരു കാരണവശാലും അല്ലെങ്കിൽ അനുവദിക്കില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഇൻഫോം ചെയ്തതിന് ശേഷം നിങ്ങൾ ക്ലാസ് നിങ്ങൾക്ക് ഏറ്റവും നല്ല എന്താണെന്ന് അറിയോ? ലീവ് ലെറ്റർ എഴുതാൻ നിൽക്കണ്ട, നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക കൃത്യമായിട്ട്. പിന്നെ അത്രയും അത്യാവശ്യമുള്ള കേസാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ്സിന് മുന്നേ തന്നെ അത് ടീച്ചറെ ഇൻഫോം ചെയ്യുക. ഓക്കെ, ഇപ്പോ നാലാമത്തത്. അപ്പൊ നിങ്ങൾ ഇൻഫോം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുത്തുന്നേ. ഇനി നാലാമത്തത് നാമവിഭാഗം. നമുക്ക് നോക്കാം നാമവിഭാഗം. എന്താണ് നാമം? എന്താണ് നാമം? ഗ്രേസേ എന്താണ് നാമം? ഗ്രേസിന് ഒരു പേരുണ്ട് അല്ലെ? ഗ്രേസ് അജിത്ത് എന്നുണ്ട്. അപ്പൊ എന്താണ് നാമം? നൗൺ. അതന്നെ. വാട്ട് ഈസ് നൗൺ? പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് നാമം. വെരി ഗുഡ്. ആരാ പറഞ്ഞ? സായി കൃഷ്ണ അല്ലേ? പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് നാമം അല്ലെ? ഒരു സ്ഥലത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് നാമം. ഓക്കെ, നാമം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം അങ്ങനെയാണ്. എങ്ങനെ? ഒരു വസ്തുവിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ പേരിനെ കുറിക്കുന്ന ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. ഓക്കെ, നാമവിഭാഗമാണ് നമുക്കിത് പഠിക്കേണ്ടത്. പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് നാമം. ഓരോ വസ്തുവിനും ഒറ്റയ്ക്ക് ഓരോ പേരുണ്ട് അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പേര്. ഇപ്പൊ ഗ്രേസ്, ആവണി, ഏഞ്ചൽ, എഡ്വിൻ, ഹന്ന, ഷഹാന, ജോസി അല്ലെ, മുഹമ്മദ്, സായി കൃഷ്ണ, അതുൽ. ഇങ്ങനെ ഓരോ വ്യക്തിക്കും, ലക്ഷ്മിപ്രിയ അല്ലെ, ഓരോ വ്യക്തിക്കും ഓരോ പേര്. ഓക്കെ, അപ്പൊ പേരിനെ കുറിക്കുന്ന ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. ഓരോ വസ്തുവിനും ഒറ്റയ്ക്ക് ഓരോ പേരുണ്ട്. ഇതിനെ സംജ്ഞാനാമം എന്ന് പേർ. എന്താണ്? ഓരോ വ്യക്തിക്കും പേരുകളുണ്ട് അല്ലെ? അതിനാണ് പറഞ്ഞത് സംജ്ഞാനാമം എന്ന് പേർ. എക്സാമ്പിൾ പറയുന്നുണ്ട്. കൃഷ്ണൻ, രാധ,
മുഹമ്മദ്, ജോസ്. മുഹമ്മദേ നിന്റെ പേര് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ജോസ്, തൃശൂർ, ഹിമാലയം എന്നിവയെല്ലാം സംജ്ഞാനാമമാണ്. അല്ലേ? ഓക്കെ. മുഹമ്മദ് അത്ഭുതപ്പെട്ടു നോക്കുന്നു. അയ്യോ, 6ാം ക്ലാസ്സിലെ ബുക്കിൽ എന്റെ പേര് വന്നുവല്ലോ അല്ലേ മുഹമ്മദേ? അപ്പൊ പേരിനെ കുറിക്കുന്ന ശബ്ദത്തെ, അതായത് കൃത്യമായി പറഞ്ഞ ഒരു വസ്തുവിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ പേരിനെ കുറിക്കുന്ന ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൃഷ്ണൻ, രാധ, മുഹമ്മദ് എല്ലാം വരും. എഡ്വിൻ, ഒക്കെ എല്ലാം വരും. അല്ലെ? പിന്നെ കൃഷ്ണൻ, ജോസ്, രാധ, മുഹമ്മദ് എന്നിവരെ ചേർത്ത് മനുഷ്യൻ എന്ന് പറയാം. ഹിമാലയം, വിദ്യൻ, സഖ്യൻ എന്നിവയെ പർവ്വതം എന്നും വിളിക്കാം. നിങ്ങൾക്കറിയാലോ ഹിമാലയ പർവ്വതം, സഖ്യപർവ്വതം, അല്ലെ? ഇതൊക്കെ നിങ്ങൾക്കറിയാം. അതൊക്കെ പർവ്വതങ്ങളുമാണ്. അപ്പൊ ഈ പറഞ്ഞ പേരുകൾ, അതായത് കൃഷ്ണൻ, ജോസ്, രാധ, മുഹമ്മദ് എന്നൊക്കെ ആളുകളുടെ പേരാണ്, അല്ലെ? എന്നും വിളിക്കാം. പിന്നെ ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ എന്നിവയെ രാജ്യം എന്നും പറയാം, അല്ലെ? രാജ്യങ്ങളല്ലേ അതൊക്കെ? രാജ്യം എന്നും പറയാം. ഇങ്ങനെ ഓരോ ഇനത്തിൽപ്പെട്ടവയെ ഒന്നിച്ചു ചേർത്ത് വിളിക്കുന്ന നാമത്തിനാണ് എന്ത്? സാമാന്യ നാമം എന്ന് പറയുന്നത്. സാമാന്യ നാമം. മനസ്സിലായോ അത്? അപ്പൊ 1 സംജ്ഞാനാമം, 2 സാമാന്യ നാമം. സാമാന്യ നാമം എന്ന് പറയുമ്പോ എങ്ങനെയാ? ഓരോ ഇനത്തിൽ നമ്മൾ പറഞ്ഞു അല്ലെ, ആളുകളുടെ പേരുകൾ ഒന്ന് രാജ്യത്തിന്റെ പേരുകൾ, ഒന്ന് പർവ്വതങ്ങളുടെ പേരുകൾ, ഒന്ന് സ്ഥലത്തിന്റെ പേരുകൾ, ഇങ്ങനെ ഓരോ ഇനത്തിൽപ്പെട്ടവയെ ഒന്നിച്ചു ചേർത്ത് വിളിക്കുന്ന നാമത്തിനാണ് എന്ത് പറയുക? സാമാന്യ നാമം എന്ന് പറയുന്നത്. അതുപോലെ പേരിനെ കുറിക്കുന്ന എന്ത്? ഓരോ ശബ്ദം നമ്മൾ പറഞ്ഞു. ഇപ്പം എക്സാമ്പിള് കൃഷ്ണൻ, രാധ ഇതൊക്കെ പറയുന്നത് എങ്ങനെയാ? സംജ്ഞാനാമം എന്ന് പറയും. മറ്റേത് സാമാന്യ നാമം എന്ന് പറയും. ഇനി അടുത്ത് എങ്ങനെ നോക്കാം? കല്ല്, മണ്ണ്, സ്വർണം, വെള്ളം, ആകാശം എന്നിവയെ മേൽപ്പറഞ്ഞ രീതിയിൽ ഒറ്റതിരിക്കാനോ ഇനമായി ചേർക്കാനോ പറ്റില്ല, അല്ലെ? കല്ല് എന്നല്ലേ അത്? ഒറ്റതിരിക്കാനൊന്നുമില്ല, അല്ലെ? അത്തരം നാമത്തിന് മേയനാമം എന്നു പേർ. മനസ്സിലായോ? അപ്പൊ നാമങ്ങൾ എത്ര വിധത്തിലായി? 3ആയി ഇപ്പൊ നമ്മൾ പറഞ്ഞത്, അല്ലെ? ഏതൊക്കെ? സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം. ഇനിയുണ്ട്, അല്ലെ? മേയനാമം. അപ്പൊ ഏതൊക്കെയാണ്? സംജ്ഞാനാമവും ഇല്ലേ? ആദ്യം നമ്മൾ പറഞ്ഞത് സംജ്ഞാനാമം എന്ത്? ഇപ്പം എക്സാമ്പിൾ കൃഷ്ണൻ, രാധ, മുഹമ്മദ്, ജോസ്, തൃശൂർ. ഇത് എന്താണ്? തൃശൂർ, ഹിമാലയ, അതായത് സ്ഥലം, രാജ്യങ്ങൾ, ഇതൊക്കെ വെവ്വേറെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ കൂടി പറയാൻ എന്ത്? സംജ്ഞാനാമം എന്ന് പറയാം. പിന്നെന്താ പറഞ്ഞത്? മനുഷ്യൻ. നമ്മിപ്പോ ഒന്നിച്ചെന്താണ് കുറെ പേര് പറഞ്ഞത്? ഇപ്പൊ കുറെ മനുഷ്യന്മാർ, കുറെ ആളുകൾ എന്ന് പറയില്ലേ? അതിനാണ് പറയുന്നത്. അതുപോലെ രാജ്യങ്ങൾ അങ്ങനെ പറയില്ലേ? സ്ഥലങ്ങൾ, അല്ലെ? പേരുകൾ സെപ്പറേറ്റ് ചെയ്യാതെ. അപ്പൊ സാമാന്യനാമം എന്ന് പറയും, അല്ലെ? അടുത്ത എന്താണ്? കല്ല്, മണ്ണ്, സ്വർണം, വെള്ളം, ആകാശം, ഭൂമി എന്നൊക്കെ പറയുന്നത് എന്താണ്? മേയനാമം. ഇനി അടുത്ത് എന്താ പറയുന്നത്? കൃഷ്ണൻ തന്നെ പറ്റി ഞാൻ എന്നാണ് പറയുക, അല്ലെ? ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാ പറയാ നിങ്ങളുടെ പേരിനെ? ഇപ്പൊ ഹന്ന റോസ് പറയുമ്പോ ഹന്ന റോസ് എന്ത് പറയും? ഞാൻ എന്നല്ലേ പറയുക? ഞാൻ അല്ലെങ്കിൽ എന്റെ, അങ്ങനെയാ നമ്മൾ ഉപയോഗിക്കുക, അല്ലെ? അല്ലെ ഏഞ്ചലെ? നൈജലിനെ പറയുമ്പോഴാണ് നീ എന്ന് പറയുമോ? അല്ലെ? അല്ലെങ്കിൽ ഞാൻ എന്റെ എന്ന് പറയും. അപ്പോ കൃഷ്ണൻ തന്നെ പറ്റി ഞാൻ എന്നാണ് പറയുക. ലോകത്തിലുള്ള എല്ലാവരും തന്റെ പേരിന് പകരം ഞാൻ എന്ന നാമം ഉപയോഗിക്കും. ഇങ്ങനെ പകരം നിൽക്കുന്ന നാമമാണ് എന്ത്? സർവനാമം. ഇങ്ങനെ പകരം നിൽക്കുന്ന നാമത്തെയാണ് സർവനാമം എന്ന് പറയുന്നത്. കൃഷ്ണൻ ജോസിനെ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ ജോസ് എന്നതിന് പകരം എന്ത് ഉപയോഗിക്കും? എന്താ ഉപയോഗിക്കുക? നിങ്ങൾ അടുത്തടുത്ത് സംസാരിക്കുമ്പോൾ എന്ത് പറയും? നീ എന്ന് പറയും. ഞാനും നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയും, അല്ലെ? നീ എന്നോ നിങ്ങൾ എന്നോ ഉള്ള നാമം ഉപയോഗിക്കുന്നു. നീ, നിങ്ങൾ എന്നിവയും എന്താണ്? നീ, നിങ്ങൾ എന്നിവയും പകരം നിൽക്കുന്ന നാമമാണ്. അവയും സർവനാമങ്ങളാണ്, അല്ലെ? മറ്റുള്ളവരെ പറ്റി പകരം പറയുന്ന നാമങ്ങളാണ്. മറ്റുള്ളവരെ പറ്റി നമ്മൾ എന്ത് പറയും? അവൻ, അവൾ, അവർ, അത് എന്നൊക്കെ പറയും. ഇതിനെന്താന്ന് പറയുക? സർവനാമങ്ങൾ എന്ന് പറയും. അപ്പൊ അവൻ എന്താണ്? അവൻ കളിക്കുകയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? അവൻ, അവൾ, അവൾ എന്ന് പറയും. അത്, അവ എന്നൊക്കെ പറയുമ്പോ എന്താണ്? സർവനാമങ്ങളാണ്. ഇവൻ, ഇവൾ, ഇത്, ഇവ തുടങ്ങിയവ അവയും സർവനാമങ്ങൾ തന്നെ. അപ്പൊ നാമങ്ങള് 4 വിധാണ് പറഞ്ഞത്. സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം, അല്ലെ? സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. ഓക്കെ.
അത്രയാണ് നമ്മളിപ്പോ പറഞ്ഞത്. നാമം എന്നാൽ എന്ത് പറഞ്ഞു, വാക്യം എന്നാൽ എന്ത് പറഞ്ഞു, കർത്താവ്, കർമ്മം, ക്രിയ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഓർമ്മിക്കണം കേട്ടോ. ഇപ്പൊ നാമവിഭാഗം ഇത്രയും നമ്മൾ പറഞ്ഞു. ഒരു വസ്തുവിന്റെയോ ഒരു പേരിന്റെയോ എന്താണ് നമ്മൾ പറഞ്ഞത് നിർവചനം? പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് നാമം എന്ന് പറഞ്ഞു അല്ലെ. ഒരു വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ പേരിനെ കുറിക്കുന്ന ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. വാക്യം എന്താ പറഞ്ഞേ? വിചാരങ്ങളെ അന്യരെ അറിയിക്കുന്നതിന് വേണ്ടി അടുക്കിന് പറയുന്ന വാക്കിൻ പറ്റമാണ് വാക്യം അല്ലെ. കർത്താവ്, കർമ്മം, ക്രിയ ഇതൊക്കെ ഇന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓർത്തു വെക്കണേ. ഒന്ന് ഈ നാമവിഭാഗം ഒന്ന് വായിച്ചു. ഇന്ന് ആരാ വായിക്കുന്നേ നാമവിഭാഗം? നേരത്തെ വായിക്കാതെ ഗ്രേസ് വായിച്ചേ. ഗ്രേസ് അവിടെ മിണ്ടാതെ ഇരിക്കും. പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് നാമം. ഓരോ വസ്തുവിനും ഒറ്റയ്ക്ക് ഓരോ പേരുണ്ട്. അതിന് സംജ്ഞനാമം എന്നു പേർ. കൃഷ്ണൻ, രാധ, മുഹമ്മദ്, ജോസ്, തൃശൂർ, ഹിമാലയം എന്നിവയെല്ലാം നാമമാണ്. കൃഷ്ണൻ, ജോസ്, രാധ, മുഹമ്മദ് എന്നിവരെ ചേർത്ത് മനുഷ്യൻ എന്നു പറയാം. ഹിമാലയം, വിദ്യൻ, സഹയൻ എന്നിവയെ പർവ്വതം എന്നു വിളിക്കാം. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ എന്നിവയെ രാജ്യം എന്നും പറയാം. ഇങ്ങനെ ഒരേ ഇനത്തിൽപ്പെട്ടവരെ ഒന്നിച്ചു ചേർത്ത് വിളിക്കുന്ന നാമത്തിന് സാമാന്യനാമം എന്നു പേർ. സാമാന്യനാമം എന്നു പേർ. കല്ല്, മണ്ണ്, സ്വർണം, വെള്ളം, ആകാശം എന്നിവയെ മേൽപ്പറഞ്ഞ രീതിയിൽ ഒറ്റ തിരിക്കാനോ ഇനമാക്കി ചേർക്കാനോ പറ്റില്ല. അത്തരം നാമത്തിന് മേയനാമം എന്നു പേർ. കൃഷ്ണൻ തന്നെ പറ്റി ഞാൻ എന്നാണ് പറയുന്നത്. ലോകത്തിലുള്ള എല്ലാവരും തന്റെ പേരിനു പകരം ഞാൻ എന്ന നാമം ഉപയോഗിക്കുന്നു. അങ്ങനെ പകരം നിൽക്കുന്ന നാമത്തിന് സർവനാമം. കൃഷ്ണൻ ജോസിനെ നേരിട്ടു കണ്ടു സംസാരിക്കുമ്പോൾ ജോസ് എന്നതിനു പകരം നീ എന്നോ നിങ്ങൾ എന്നോ ഉള്ള നാമം ഉപയോഗിക്കുന്നു. നീ, നിങ്ങൾ എന്നിവയും പകരം നിൽക്കുന്ന നാമമാണ്. അവയും സർവനാമമാണ്. മറ്റുള്ളവരെ പറ്റി പകരം പറയുന്ന നാമങ്ങളാണ് അവൻ, അവൾ, അവർ, അത്, ഇവൾ, ഇവൻ, ഇവൾ, ഇത്, ഇവ തുടങ്ങിയവ. ഇവയും സർവനാമങ്ങൾ തന്നെ. ഓക്കെ. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക? ഓർത്തു വെക്കണേ. ഇതൊക്കെ വായിക്കണം നല്ലതുപോലെ. ഏത് പേജ് നമ്പർ 82 വരെ ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വ്യാകരണ പാഠങ്ങളില് വായ്മൊഴി, വരമൊഴി, വർണ്ണവിഭാഗം, കർത്താവ്, കർമ്മം, ക്രിയ, നാമവിഭാഗം. ഓക്കെ. നാമവിഭാഗത്തിൽ അതിന്റെ മുകളിൽ ഇനിയില്ലേ? എന്താണ്?